പോകാം ഒരു നന്മയുടെ സ്വരമായി. നാദം മോദം നദനായി പാടിടാം. ആവേശത്തിരയത് ഉയരുകയും ആത്മാവിലലയടിയാൻ. ഇമ്പമൃദു തന്ത്രികളുണരുമ്പോൾ സംഗീത സാന്ദ്രമയം. ഗാനാലാപനങ്ങളാൽ സ്തുതിഗീതികൾ പാടിടാം. വാദ്യമേളഘോഷങ്ങളാൽ സകലേശനെ വാഴ്ത്തിടാം. വായോ പോകാം പാടാം മേളാം. വായോ പോകാം പാടാം മേളാം. നന്മയുടെ സമ്മാനം നന്മയുടെ സ്വരമായുയരുക നാം. തിന്മയുടെ കളയതു കളയുക നാം. സപ്തസ്വരമാം ഗാനമൊഴിയാൻ ആത്മനിറവാൻ താളമികവാൻ യേശുവിൻ മൊഴികൾ മികവാൻ പകരാമരമാൻ നന്മയുടെ സംഗീതം. Voice of Goodness Season 3. Voice of Goodness Season 3. നമസ്കാരം. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകർക്കും സ്വാഗതം. Voice of Goodness Season 3. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യുടെ ആദ്യത്തെ റൗണ്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ഈ ആദ്യ റൗണ്ടിൽ പങ്കെടുക്കാനായിട്ട് കേരളത്തിനകത്തും പുറത്തും ഇന്ത്യക്കകത്തും പുറത്തുനിന്നുമായിട്ട് 37 കുട്ടികളാണ് ഈ ഫസ്റ്റ് റൗണ്ടിൽ ഇവിടെ മത്സരിക്കാനായിട്ട് എത്തുന്നത്. ഈ ഒരു എപ്പിസോഡോടുകൂടി ഈ ഫസ്റ്റ് റൗണ്ട് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. ഈ ഫസ്റ്റ് റൗണ്ടിൽ, അതായത് ഇന്നത്തെ എപ്പിസോഡിൽ 3 കുട്ടികളും കൂടിയാണ് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോണത്. ആ 3 കുട്ടികളോട് വന്നു കഴിഞ്ഞാൽ ഈ ആദ്യത്തെ റൗണ്ട് വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യുടെ ഫസ്റ്റ് റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത ആഴ്ച മാന്യ പ്രേക്ഷകർ കാണുന്നത് നമ്മുടെ ഈ വോയിസ് ഓഫ് ഗുഡ്നസിന്റെ വേറൊരു ഫേസ് തന്നെയാണ്. അതെ, സെക്കൻഡ് ഫേസ് തന്നെ. ആ സെക്കൻഡ് ഫേസിൽ ഈ ഒരു 37ഓളം കുട്ടികൾ തന്നെ എത്തുമോ, അതോ ഇതിൽ ആരെങ്കിലും ഒക്കെ മാറുമോ, ഇതൊന്നും നമുക്കറിയില്ല. അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ദൈവത്തിന്റെ അനുഗ്രഹത്തോടു കൂടി എല്ലാ കുട്ടികൾക്കും പഠിച്ചതുപോലെ എല്ലാവർക്കും നല്ല രീതിയിൽ ഇതുവരേക്കും ഇവിടെ എത്തി നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചു. ഇന്നത്തെ എപ്പിസോഡിലേക്ക് വരാൻ പോകുന്ന ആ 3 കുട്ടികളെയും കൂടെ കണ്ടു കഴിയുമ്പോൾ എന്താ പറയാ, ഈ ഒരു കോമ്പറ്റീഷൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ തന്നെ ജഡ്ജ് ചെയ്യുന്നുണ്ടാവുമല്ലോ, എത്ര ടൈറ്റ് ആയിട്ടാണ് നമ്മുടെ കുട്ടികളുടെ ഈ ഒരു കോമ്പറ്റീഷൻ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡും കൂടെ നിങ്ങൾ കാത്തിരിക്കല്ലേ, നമുക്ക് തുടങ്ങാം, കാണാം. നമുക്ക് ആ കുരുന്നുകളെയൊക്കെ ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാം. ആദ്യം നമുക്ക് നമ്മുടെ ജഡ്ജസിനെ ഇൻവൈറ്റ് ചെയ്യാം. പതിവ് പോലെ തന്നെ ആദ്യം നമുക്ക് നമ്മുടെ പ്രിയങ്കരനായ അച്ഛനെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. ഫാദർ പോൾ പൂവത്തിങ്കൽ അച്ഛ, സ്വാഗതം. മനോജ് ചേട്ടാ, വോയിസ് ഓഫ് ഗുഡ്നസിന്റെ സീസൺ 3യുടെ ഇന്നത്തെ ഈ ഒരു ഫസ്റ്റ് റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. ഈ ഒരു എപ്പിസോഡിലേക്കും സ്വാഗതം. സിസ്ലി, വോയിസ് ഓഫ് ഗുഡ്നസിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗുഡ്നസ് ബാൻഡിനെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. അങ്ങനെ ഈ ഫസ്റ്റ് റൗണ്ടിന്റെ ലാസ്റ്റ് വരാൻ പോകുന്ന 3 കണ്ടസ്റ്റന്റ്സ്, ഇവര് 3 പേരും കൂടെ ചേരുമ്പോഴാണ് 37 കുട്ടികളാവുന്നത്. അപ്പോ ആ 3 കുട്ടികൾ അവരുടെ പെർഫോമൻസ് നമുക്ക് കാണാം അല്ലേ. കെവിൻ ജീവൻ, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പാലാരിവട്ടം സെന്റ് മാർട്ടിൻ ഡി പോറസ് ഇടവകാംഗമായ കെവിൻ ജീവൻ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. എൻ്റെ പേര് കെവിൻ ജീവൻ. എനിക്കിപ്പോൾ 9 വയസ്സാണ്. എൻ്റെ വീട്ടിൽ എനിക്ക് അപ്പാപ്പനും അമ്മാമ്മയും അപ്പയും അമ്മയും ഒരു ചേച്ചിയും ഉണ്ട്. ഇവരെൻ്റെ ഗ്രാൻഡ് പേരൻസ് ആണ്. ഇവരാണ് എനിക്ക് വലിയ പ്രോത്സാഹനങ്ങൾ നൽകുന്നത്. ഇതെൻ്റെ പെറ്റാണ് ഗ്രാൻഡ് പേരൻസ്. ഇതാണ് എൻ്റെ പെറ്റാണ് ഗ്രാൻഡ് പേരൻസ്. നന്നേ ചെറുപ്പത്തിൽ അപ്പാപ്പന്റെ ശിക്ഷണത്തിൽ 3ാം വയസ്സിലാണ് സംഗീതത്തിലേക്ക് കടന്നു വരുന്നത്. ഞാൻ രാജഗിരി ക്രിസ്ത്യജയന്തി പബ്ലിക് സ്കൂൾ കാക്കനാടിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞാൻ വർഗീസ് പുതുശ്ശേരി CMI രാജഗിരി ക്രിസ്ത്യജയന്തി പബ്ലിക് സ്കൂളിന്റെ ഡയറക്ടറാണ്. കെവിൻ ജീവൻ ഈ സ്കൂളിലെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുമിടുക്കനായ ഒരു സംഗീതജ്ഞനാണ്. ചെറുപ്പം മുതൽ
കെവിൻ ജീവൻ സംഗീതത്തിൽ പ്രാവീണ്യം തെളിയിക്കുകയും സ്കൂൾ തലത്തിലും മറ്റു തലങ്ങളിലും ഒത്തിരി പുരസ്കാരങ്ങൾ വാങ്ങിക്കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. ഈശോയ്ക്ക് വേണ്ടി തന്റെ സംഗീതം കാഴ്ചവെക്കുകയും ആധ്യാത്മിക സംഗീതത്തിൽ കൂടുതൽ പ്രയോജനം ഉൾക്കൊണ്ട് സംഗീതം ആലപിക്കുകയും ചെയ്യുന്ന ഈ കൊച്ചു കൂട്ടുകാരന് രാജഗിരി ക്രിസ്ത്യാനി പബ്ലിക് സ്കൂളിന്റെ പേരിലും ഇവിടുത്തെ കൂട്ടുകാരുടെ പേരിലും അധ്യാപകരുടെ പേരിലും രാജഗിരി ഫാമിലിയുടെ പേരിലും എല്ലാ ഭാവുകങ്ങളും നന്മകളും പ്രാർത്ഥനകളും നേരുന്നു. സംഗീത സംവിധായകൻ അൽഫോൺസ് സാറിന്റെ ക്രോസ് റോഡ്സ് സ്കൂൾ ഓഫ് മ്യൂസിക് അക്കാദമിയിൽ അമ്മയോടൊപ്പം കർണാട്ടിക് സംഗീതം പഠിക്കുന്നു എന്നതിൽ അഭിമാനിക്കുകയാണ് കെവിൻ ജീവൻ. മ്യൂസിക് ഡയറക്ടർ അൽഫോൺസ് ആർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടായ ക്രോസ് റോഡ്സിലാണ് ഞാൻ കർണാട്ടിക് മ്യൂസിക് പഠിക്കുന്നത്. ശരത് സാറാണ് സംഗീതത്തിൽ കെവിന്റെ ഗുരുനാഥൻ. എൻ്റെ അപ്പാപ്പ ജോസഫ് അപ്പാപ്പയാണ് എന്നെ കുഞ്ഞിലെ മുതൽ ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സും മലയാളം ഫിലിം സോങ്സും പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഈ കൊച്ചുമിടുക്കനെ വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യിലേക്ക് ഏറെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഹലോ, നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. നല്ല വേഷം, നല്ല ഭംഗിയായിട്ടുണ്ട്. മോന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ അപ്പാപ്പയും അമ്മാമ്മയും എൻ്റെ അപ്പയും അമ്മയും ചേച്ചിയും. ചേച്ചിയുണ്ട്. ചേച്ചി ഏത് ക്ലാസ്സിലാ? 6th സ്റ്റാൻഡേർഡിലേക്ക്. ഓക്കെ. ചേച്ചി പാട്ട് പാടുവോ? കുറച്ച് പാടും. അമ്മാമ്മയും അപ്പാപ്പയൊക്കെ പാട്ട് പാടുവോ? ഇല്ല. അപ്പൊ മോന്റെ വീട്ടിൽ ആരാ ഏറ്റവും നന്നായിട്ട് പാടുന്നേ? എൻ്റെ അമ്മ. അമ്മയാണോ? ആഹാ. അമ്മ പള്ളിയിലൊക്കെ ഒരുപാട് പാട്ട് പാടാറുണ്ടോ? ഉണ്ട്. ഓക്കെ. അപ്പൊ മോനെ ഇപ്പൊ ഈ പാട്ടിലേക്ക് മോൻ പാട്ട് പഠിക്കുന്നുണ്ടോ? ആരുടെ അടുത്താ? മോനെ പാട്ട് പഠിപ്പിക്കുന്ന സാറിന്റെ പേരെന്താ? ശരത് സർ. ശരത് സർ. ഓക്കെ. അപ്പൊ മോനെ ഈ പാട്ട് പഠിപ്പിച്ചതും അദ്ദേഹം തന്നെയാണോ? എൻ്റെ അപ്പാപ്പയാണ്. അപ്പാപ്പ അപ്പൊ പാട്ട് പാടുവോ? പാടൂല, പക്ഷെ പഠിപ്പിക്കുവോ? അത് കൊള്ളാലോ. പാട്ട് പാടില്ലാത്ത അപ്പാപ്പ പാട്ട് പഠിപ്പിച്ചു തരും. അപ്പൊ കെവിൻ കുട്ടൻ ഏത് പാട്ടാ ഇനി പാടാൻ പോണേ? ഹൃദയകോവിലിൽ എന്നും മെലഡിയാണോ? ഓക്കെ, ശരി. അപ്പോ അപ്പാപ്പൻ പഠിപ്പിച്ച് വിട്ടിരിക്കുന്ന പാട്ട് അമ്മ കറക്റ്റ് ചെയ്തിട്ടുമുണ്ട്. ശരത് സാറിന്റെ ശിക്ഷണത്തിലൊക്കെ മോൻ ഇന്നിവിടെ പാടാനായിട്ട് എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ കോമ്പറ്റീഷൻ ഭയങ്കര ടൈറ്റ് ആയിരിക്കും കേട്ടോ. നന്നായിട്ട് പാടണം. ഓക്കെ. ഇവിടെ ചേച്ചിമാരെ ചേട്ടന്മാരെയൊക്കെ കണ്ടപ്പോ മോനൊന്ന് ഭയന്നോ? ഒരു കുഴപ്പമില്ല, ഞാൻ അവരെക്കാട്ടിലും മിടുക്കനാണത്ര. അപ്പൊ നന്നായിട്ട് പാടണം കേട്ടോ കെവിൻ. Voice of Goodness Season 3. Voice of Goodness Season 3.
ഹൃദയ കോവിലിരുന്നു നാഥൻ വന്നിടും നേരം ഹൃദയ നോവുകളൊക്കെ ഞാൻ പങ്കുവച്ചിടും അരികിലരികിൽ നാഥനരികിൽ ഞാനിടന്നിടും അതുല സ്നേഹം ഒഴിയുമായി തിരുമൊഴികൾ കേട്ടിടും ഹൃദയ കോവിലിരുന്നു നാഥൻ വന്നിടും നേരം ഹൃദയ നോവുകളൊക്കെ ഞാൻ പങ്കുവച്ചിടും. കെവിൻ കുട്ട, അപ്പാപ്പൻ പറഞ്ഞു തന്നതിനെക്കാട്ടിലും നന്നായിട്ട് കെവിൻ കുട്ടൻ പാടിയെന്ന് തോന്നുന്നുണ്ടല്ലോ. അത് ഇത്രയും ഭംഗിയായിട്ടാണ് അപ്പാപ്പൻ പഠിപ്പിച്ചു വിട്ടെ. ആ, ആണോ? അപ്പൊ കൊള്ളാലോ മോന്റെ അപ്പാപ്പൻ. ഒന്ന് പരിചയപ്പെടണല്ലോ. അപ്പൊ എന്താ അപ്പാപ്പന്റെ പേര്? ജോസഫ് അപ്പാപ്പ. ജോസഫ്. ജോസഫ്. ഓക്കെ, ശരി. പൊളിച്ച കെവിൻ കുട്ടന്റെ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? കെവിൻ കുട്ടനൊരു ഹഗ് കൊടുക്കാൻ എനിക്ക് തോന്നുന്നു. നല്ല വെരി ഗുഡ്, ഗംഭീരമായിട്ട് പാടി. മോൻ വളരെ മനോഹരമായിട്ട് പാടി. ഇത് അത്ര എളുപ്പത്തിൽ പാടാവുന്നൊരു പാട്ടല്ല. നല്ല ഹെവി ലോഡാണത് ശരിക്കും പറഞ്ഞാൽ. പാട്ട് അത്രയും നല്ല പാട്ടാണ്, ശക്തിയുള്ള പാട്ടാണ്. മോനത് നന്നായി പഠിപ്പിച്ചു തന്നുണ്ട് അല്ലേ അപ്പാപ്പൻ? പഠിപ്പിച്ചവരെ നന്നായി പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അത് തന്നെയല്ല, നല്ല ശബ്ദം. പിന്നെ അതിലത്തെ പാട്ടിൻ്റെ ഓരോ ഡീറ്റെയിൽസും വളരെ മനോഹരമായിട്ട് കെവിൻ പാടാൻ ശ്രമിച്ചു. ഒരു പ്രൊഫഷണൽ സിംഗറിനെ പോലെയാണ് പാടുന്നത് കെവിൻ. വളരെ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ നല്ല കാര്യം. കെവിന് ഇപ്പോൾ സന്തോഷം തോന്നുന്നില്ലേ? അല്ലേ? പ്രത്യേക അഭിനന്ദനങ്ങൾ. ഇനിയും കെവിൻ വളർന്ന് വലിയൊരു ഗായകനായി മാറട്ടെ. അതൊക്കെ ഞങ്ങൾക്ക് കാണാൻ ഇടവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നല്ല ഭാവി നേർന്നുകൊണ്ട് നിർത്തുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. സിസ്ലി. കെവിൻ കുട്ടാ, നന്നായി പാടി കേട്ടോ. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചാണ് ഇത് പാടിയെന്ന് വിശ്വസിക്കാൻ പറ്റില്ല ചേച്ചിക്ക്. എന്നാലും അപ്പോ നല്ല രസമായിട്ട് പാടി കേട്ടോ. താങ്ക് യു. എനിക്ക് കെവിൻ കുട്ടനോട് പറയാനുള്ളത്, കെവിൻ കുട്ടനൊരു ബ്ലെസ്സഡ് ചൈൽഡാണ്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. എന്താണെന്നറിയോ, അപ്പാപ്പൻ്റെ അമ്മാമ്മ എന്നാണോ വിളിക്കണേ? അപ്പാപ്പനും അമ്മാമ്മയാണോ? അപ്പാപ്പനും അമ്മാമ്മയുടെയും കൂടെയൊക്കെ ജീവിച്ച് വളരാൻ പറ്റുക, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ എന്ന് പറയുന്നത് ഒരു ബ്ലെസ്സിങ് ആണ്. ഞങ്ങളുടെയൊക്കെ കൊച്ചിലെ അമ്മച്ചിയിൽ നിന്നൊക്കെയാണ് ഞാൻ ആദ്യമായിട്ട് ഈശോയെക്കുറിച്ചൊക്കെ അറിയുന്നത്. അമ്മച്ചി പറഞ്ഞു തന്ന കഥകളിലൂടെ, ബൈബിളിലൂടെ, പ്രാർത്ഥനയൊക്കെ പഠിപ്പിച്ച് നമുക്ക് അങ്ങനെ ഒരു ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊക്കെ സ്വപ്നങ്ങളിലുള്ളൊരു കാര്യമാണ്. അപ്പം അത് ഈ കാലഘട്ടത്തിൽ മോന് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ. ഒരുപാട് വാല്യൂസും ഒരുപാട് കാര്യങ്ങളും നമുക്ക് അവരിൽ നിന്ന് കിട്ടും, പേരൻസിൽ നിന്ന് കിട്ടും. കൂടാതെ ഗ്രാൻഡ് പേരൻസ് അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ആ ഒരു ഫീലിംഗ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. മോൻ ആ ബ്ലെസ്സിങ് കിട്ടിയിട്ടുണ്ടല്ലോ, വലിയ അനുഗ്രഹമാണ്. അപ്പം അത് മോൻ്റെ ജീവിതത്തിൽ ഉടനീളം അതിൻ്റെ ഒരു ബ്ലെസ്സിങ് ഉണ്ടാവട്ടെ കേട്ടോ. ഈ മോൻ വന്നിരിക്കുന്ന ഈ ഔട്ട്ഫിറ്റും മോൻ്റെ ആ പ്രസൻറ്റേഷനും ഇച്ചിരിയും കൂടിയൊക്കെ ചിരിയാവാം. ഈ രാഗം ബേസ്ഡ് പാട്ടായതുകൊണ്ട് ഇച്ചിരി ടഫ് സോങ് ആയതുകൊണ്ടാണ് ഇച്ചിരി ടഫായിട്ട് നിന്ന് ചിരി ഇച്ചിരി കുറവാണല്ലോ. ഒന്ന് ചിരിച്ചേ, പോരാ, ഇച്ചിരി കൂടെയൊക്കെ ചിരിക്കാം. വരട്ടെ അങ്ങോട്ട്. ഒരു കാര്യം, ഒരു ടിപ്പുള്ളത്, മോൻ മൈക്ക് ഇങ്ങനെ മാറി മാറി പോണ്ട് കേട്ടോ. മൈക്ക് ഇങ്ങനെ അടുപ്പിച്ച് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പിടിക്കണം. അതിങ്ങനെ മുഖത്തുനിന്ന് മാറി പോകുമ്പോൾ നമുക്ക് മോൻ പാടുന്ന എന്താന്ന് മനസ്സിലാവില്ല. മൈക്കിലൂടെ കേട്ടാലല്ലേ നമുക്ക് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പം അതിങ്ങനെ അടുപ്പിച്ച് പിടിക്കണം, മാറി മാറി പോകുന്നുണ്ട് കേട്ടോ. അപ്പം അത് അടുത്ത പ്രാവശ്യം ഒന്ന് ശ്രദ്ധിക്കണം. വേറെ ഒന്നുമില്ല, അസാധ്യമായിട്ട് പാടി വലിയൊരു സിംഗറായിട്ട് വരട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. മനോജ് ചേട്ടാ. എടാ കുട്ടാ, കെവിൻ കുട്ടാ, നീ ഞെട്ടിച്ച് കളഞ്ഞല്ലോ ഞങ്ങളൊക്കെ. എന്നാ പാട്ടാടാ. എനിക്ക് തോന്നിയതേ ഒരു കുട്ടി യേശുദാസ് നിൽക്കുന്ന പോലെയാണ് തോന്നുന്നത്.
ഭാവിയിൽ ആ ഒരു ലെവലൊക്കെ എത്താനുള്ള ഒരു സാധ്യതയുള്ള ഒരു കൊച്ചായിട്ടാണ് തോന്നുന്നത്. കാരണം ഒരു നമ്മുടെ നാടൻ ഭാഷയിലൊക്കെ പറയുകയാണെങ്കിൽ ഒരു എടുത്ത പൊന്താത്ത ഒരു പാട്ട് ഈ ജിമ്മിലൊക്കെ കണ്ടിട്ടില്ലേ, ഒരു 500 കിലോ ഒക്കെ പൊക്കി നിന്നൊരു കട്ടകൾ. ഇതൊരു ചെറിയ കുട്ടി 500 കിലോ ഒക്കെ ഇങ്ങനെ വളരെ കൂളായിട്ട് ഇങ്ങനെ പൊക്കി നിൽക്കുന്ന പോലെയാണ് ഈ പാട്ട് മോനെടുത്ത് പാടിയത്. വളരെ രസമായിട്ട് നല്ല ഫീലും അതുപോലെ എല്ലാം അതിനകത്തുണ്ട്. ഒരു സിംഗറിന് വേണ്ട എല്ലാ എലമെൻസും മോൻ പാടിയതിലുണ്ട്. പ്ലാൻസ് ഉണ്ട്, ശ്രുതിയുണ്ട്, അതുപോലെ ഫീലുണ്ട്. യു ആർ എ പ്രോഡിജി അങ്ങനെ പറയാനാണ് എനിക്ക് ആഗ്രഹം. കാരണം അത്രയും ടാലൻറ്റഡാണ് മോൻ. ദൈവം നന്നായി അനുഗ്രഹിച്ചിട്ടുണ്ട്. അപ്പം മോനിക്ക് കിട്ടുന്ന ഈ കിട്ടിയ കഴിവുണ്ടല്ലോ, അതൊരിക്കലും കളയരുത് എന്ന് പറഞ്ഞാൽ അത് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുപോകണം. ഓക്കെ, എന്തായാലും ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു സിംഗറാണ്, നല്ലൊരു ഭാവിയുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മോൻ ഇഷ്ടമുള്ള മാർക്ക് എത്രയായിരിക്കും? മോന് സ്കൂളിലേക്ക് എല്ലാ സബ്ജക്റ്റിനും ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട് എന്താ? മാത്സിന് എത്ര മാർക്കാ കിട്ടിയപ്പോ? ഫുൾ മാർക്കാണോ? ആഹാ, ഏറ്റവും മാർക്ക് കുറഞ്ഞ സബ്ജക്ട് ഏതാ? ഹിന്ദിക്ക് എത്ര മാർക്കാ? 36 out of 40. 40-ല് 36 കിട്ടും. അപ്പൊ ഭയങ്കര മിടുക്കനാണ്. ഹിന്ദിക്ക് ടഫാന്ന് പറഞ്ഞിട്ട് പോലും 4 മാർക്കേ പോയിട്ടുള്ളൂ. അപ്പൊ പാട്ടിന് നമുക്ക് എന്തായാലും ഒരു ഡിസ്റ്റിങ്ഷൻ വാങ്ങിക്കണം. അപ്പൊ 30-ല് നമുക്കൊരു 26, 27, 28 ഇതിൽ ഏത് വേണം? ഓ, ഏതെങ്കിലും ഒക്കെ മതി. നമുക്ക് നോക്കാം എത്രയാണെന്ന്. അച്ഛാ, കെവിൻ അതിഗംഭീരമായി പാടിയത് കൊണ്ട് 9 മാർക്സ്. 10-ൽ 9 മാർക്ക് കിട്ടിയെന്ന് മനസ്സിലായോ? ആ, മനസ്സിലായി. മനോജേട്ടാ? ഭാവിയിലെ എൻ്റെ ദാസേട്ടാ 9 മാർക്ക്. വീണ്ടും ഓക്കേ. അപ്പൊ സിസ്ലി, മോന് വലുതാകുമ്പോ ആരാവണ്ടേ? ഒന്നും അതൊന്നും ആലോചിച്ചിട്ടേ ഇല്ല. ഞങ്ങളൊന്ന് വലുതായിക്കോട്ടെ. അപ്പൊ പഠിത്തം ഉണ്ട്, പാട്ടും ഉണ്ട്. ഇതൊരു കൺഫ്യൂഷൻ വരുമോ ഭാവിയില്? ഇല്ല. ഓക്കെ, അപ്പോ പാട്ടിന് 9 മാർക്സ്. എന്റെ ദൈവമേ, ഇപ്പൊ പഠിത്തത്തിലും എടുക്കാൻ പാട്ടിലും എടുക്കാൻ 27 മാർക്സ് 30-ല് കിട്ടിയിട്ടുണ്ട്. വലിയ മാർക്കാണ് കിട്ടിയത്. സന്തോഷായോ? എന്നൊരു ഉറക്ക താങ്ക് യു പറഞ്ഞേ. താങ്ക് യു. അപ്പൊ മോൻ അറിയാലോ, ഇനി 2 മാർക്ക് ഗുഡ്നസ് ടിവിന്ന് കൂടെ മോന് കിട്ടും. അപ്പൊ മോന് 29 മാർക്സ് ആവും. എന്റെ ദൈവമേ, ഇത്രേ ഉള്ളൂ ആള്. പക്ഷെ ഫുൾ മാർക്കും കൊണ്ടാ ഇവിടുന്ന് പോണേ. അപ്പൊ ആ 2 മാർക്സിന് വേണ്ടത് എന്താ? ചോദിച്ചോളൂ. എല്ലാരും എന്റെ പാട്ട് ഫുള്ള് കണ്ടിട്ട് അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. ലൈക്കും ചെയ്യണം എന്ന് പറഞ്ഞേച്ച്. അത് ലൈക്കും ചെയ്യണം. ഓക്കെ, ശരി. അപ്പൊ ഓക്കെ കെവിൻ, പോയിട്ട് അപ്പാപ്പന്റെ അടുത്തും അമ്മാമ്മയുടെ അടുത്തും ഒക്കെ മോന്റെ ചെന്ന് മാർക്ക് പറയൂ. ഞങ്ങളുടെ ഒക്കെ അന്വേഷണം പറയണം കേട്ടോ. വീണ്ടും കാണാം. ബൈ, ടാറ്റാ. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3-ല് ഇന്നത്തെ എപ്പിസോഡിലെ 2ാമത്തെ ഗാനം ആൻ മരിയ ജോയ്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കോക്കുന്ന് സെന്റ് ജോസഫ് ചർച്ച് ഇടവകാംഗമാണ് ആൻ മരിയ ജോയ്. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ആൻമരിയ ജോയ്. ഞാനും അപ്പ ജോയ്, അമ്മ സിന്ധു, ഇതാണ് എൻ്റെ ഫാമിലി. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മൂക്കന്നൂർ ഫൊറോനയിലെ സെയിന്റ് ജോസഫ് ചർച്ച് കോക്കുന്നാണ് എൻ്റെ ഇടവക. ഇതാണ് എൻ്റെ ഇടവക തിരുവാതിര. ഇവിടെ നിന്നാണ് ഞാൻ പാടി തുടങ്ങിയത്. ഇത് ഞങ്ങളുടെ വികാരി അച്ഛൻ ഫാദർ ഷാദൻ പുത്തമ്പറയ്ക്ക് അച്ഛൻ്റെ പ്രോത്സാഹനം എന്നെ വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. ഇത് ജോസ് അച്ഛൻ, ഇത് ഞങ്ങളുടെ സഹവികാരി അലനച്ഛൻ. പ്രിയരെ, ഞങ്ങളുടെ ആൻമരിയ കുട്ടിയെ വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3-ലേക്ക് തെരഞ്ഞെടുത്തതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ആൻമരിയ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഇടവകയിലെ പരിശുദ്ധ കുർബാനയ്ക്ക് വരികയും അവൾ പാടുകയും ചെയ്യുമായിരുന്നു. ഈ ആൻമരിയുടെ വളർച്ചയിൽ എനിക്ക് തോന്നുന്നു ആൻമരിയുടെ പുറകില് ആൻമരിയുടെ പപ്പയും അമ്മയും ജോയും സിന്ധു ഉണ്ട്. ഇടവക സമൂഹം മുഴുവനും സന്തോഷിക്കുകയാണ്. കാരണം ഞങ്ങളുടെ ഈ കൊച്ചു ആൻമരിയ കുട്ടി പാട്ടില് വളർന്നു വരുന്നു. ആൻമരിക്ക് എല്ലാ ദൈവാനുഗ്രഹവും ഞങ്ങൾ ആശംസിക്കുകയാണ്, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. വിജയം വരിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം തന്ന കഴിവുകളെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നതാണ് ആൻ മരിയ ജോയിനെ വ്യത്യസ്തയാക്കുന്നത്.
ചെറുതായിരുന്നപ്പോൾ എനിക്ക് പാട്ട് കേൾക്കാനും പഠിക്കാനും ഒക്കെ ഇഷ്ടമായിരുന്നു. അത് കണ്ട് അപ്പ അമ്മ എന്നെ പാട്ട് പഠിക്കാൻ ചേർത്തു. അടുത്ത തന്നെയുള്ള ജോജോ സാറിൻ്റെ അടുത്താണ് ഞാൻ സംഗീതം പഠിക്കുന്നത്. സാറാണ് എനിക്ക് കുറേ അവസരങ്ങളെല്ലാം തന്ന് എന്നെ സഹായിച്ചിട്ടുള്ളത്. ഞാൻ കുറച്ചൊക്കെ ലേസി ആകുമ്പോൾ സാറാണ് എന്നെ പുഷ് ചെയ്ത് എൻകറേജ് ചെയ്യുന്നത്. മ്യൂസിക് പോലെ എനിക്കിഷ്ടമുള്ള മറ്റൊന്നാണ് മ്യൂസിക് ഇൻസ്ട്രുമെൻ്റായ വയലിൻ. ഞാൻ വയലിൻ പഠിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ്റെ മൂക്കന്നൂർ ഫ്രാഞ്ചൈസിയിലാണ്. എന്നെ പഠിപ്പിക്കുന്നത് ബേബി സാറാണ്. ഞാൻ മൂക്കന്നൂർ സെൻറ് തോമസ് സെൻട്രൽ സ്കൂളിൽ 9th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. സ്കൂളിലെ പ്രിൻസിപ്പലും ടീച്ചേഴ്സും ഫ്രണ്ട്സും എല്ലാം നല്ല സപ്പോർട്ടാണ്. ഞാൻ സിസ്റ്റർ ഉദയ തെരേസ് CMC ICSE മൂക്കന്നൂർ സെന്റ് തോമസ് സെൻട്രൽ സ്കൂളിലെ പ്രിൻസിപ്പലാണ്. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3 ആൻമരിയ മത്സരാർത്ഥിയാകുമ്പോൾ സാന്തം സെൻട്രൽ സ്കൂളിനെ സംബന്ധിച്ച് ഏറെ സന്തോഷവും അഭിമാനവുമാണ് ഞങ്ങൾക്കുള്ളത്. ICSE ബോർഡിന്റെ സ്റ്റേറ്റ് ലെവലിലുള്ള കലാരംഗത്തെ മികവ് പുലർത്തുന്ന സമ്മാനാർത്ഥിയായിട്ടുള്ള ആൻമരിയ ഇന്ന് വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3 മത്സരാർത്ഥിയാകുമ്പോൾ സാന്തോമിലെ എല്ലാ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷാകർത്താക്കളുടെയും എന്റെയും പേരിലുള്ള എല്ലാവിധ വിദ്യാശംസകളും പ്രാർത്ഥനകളും സന്തോഷപൂർവ്വം നേരുകയാണ്. മൂക്കന്നൂർ സാന്റ് തോമസ് സെൻട്രൽ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ആൻമരിയ എന്ന കൊച്ചു കലാകാരിയെ വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹലോ. ഹായ്. നല്ല ഭംഗിയുള്ള വേഷം, നല്ല കളർ, നല്ല ഭംഗിയായിട്ട് നന്നായിട്ട് പ്രസന്റ് ചെയ്യാന്നുള്ള രീതിയിൽ നല്ല ശരിക്കും നന്ന ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ മാതാവിന്റെ പാട്ടാണോ പാടുന്നത്? ഞാൻ ഫസ്റ്റ് റൗണ്ടിൽ കടലേഴും പടിയ പാടുന്നത്. ഓക്കേ. ഡ്രസ്സിന് ചേരുന്ന കളറിലുള്ള ഒരു കൊന്തയും ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഓക്കെ, ഈ പാട്ട് ആരാ പഠിപ്പിച്ചേ? ഞാൻ തന്നെയാണ് പഠിച്ചത്. പിന്നെ കറക്ഷൻസ് ഒക്കെ എന്റെ സാറ് പറഞ്ഞു തന്നു. അപ്പൊ മോള് പാട്ട് പഠിക്കുന്നുണ്ട്? കൊറേ നാളുകളായിട്ടോ? 5 വർഷത്തോളായി. ഓക്കെ. ആരുടെ അടുത്താ പഠിക്കുന്നത്? ഞാൻ ജോജോ സാറിന്റെ അടുത്താണ് പഠിക്കുന്നത്. ഓക്കെ. അപ്പൊ അദ്ദേഹം ലാസ്റ്റ് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ ഒന്ന് കറക്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്? തന്നിരുന്നു. ഇത്തരത്തിലുള്ള ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല, ഇത് ആദ്യമായിട്ട്. ഓക്കെ. അപ്പം എന്തായിരിക്കും മോളെ ഇങ്ങനെ ഒരു കോമ്പറ്റീഷന് പങ്കെടുക്കാനായിട്ട് തോന്നിപ്പിച്ചിട്ടുണ്ടാവുക? എനിക്ക് ഡിവോഷണൽ സോങ്സ് എല്ലാം എനിക്ക് ഇഷ്ടമാണ്. പള്ളിയിൽ പാടാനും എല്ലാം ഇഷ്ടമാണ്. ഈ പരിപാടി കണ്ടപ്പോൾ എനിക്ക് പങ്കെടുക്കണം തോന്നി. ഓക്കെ. അപ്പൊ ഇവിടെയുള്ള ഈ പ്രോഗ്രാമിലൂടെ ബാക്കിയുള്ള കുട്ടികളുടെ പ്രസന്റേഷനും അവരുടെ പാട്ടും എല്ലാം കണ്ടിട്ടും ഉണ്ടാവും അല്ലേ? എങ്ങനെ തോന്നി ബാക്കിയുള്ള കൂടെ കോമ്പറ്റ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ട്? എല്ലാം ഒരുപോലെ തന്നെ, എല്ലാം ഒന്നിനും വെച്ചാണ്. പക്ഷെ എന്നാലും മോളും മത്സരിക്കാനായിട്ടാണ് ഈ വേദിയിലേക്ക് വന്നിരിക്കുന്നത്. അവരെക്കാട്ടിലും ഒക്കെ ബെസ്റ്റ് ആയിട്ട് തന്നെ നന്നായിട്ട് പാടാൻ പറ്റണം എനിക്ക് എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലില്ലേ? അപ്പൊ അതുപോലെ തന്നെ നന്നായിട്ട് പാടുകയും ചെയ്യണം കേട്ടോ. പാട്ടിന് ശേഷം നമുക്ക് കാണാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Voice of Goodness Season 3. Voice of Goodness Season 3. La 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 താരമേ കൊളുത്തി വച്ചുത ആകാശദീപം ഇടയ സഹചരെ ഉണർന്നു നടന്നുവ തൂമഞ്ഞിലൂടെ കടലേഴും പാടിയിതാ ദേവാധിദേവൻ പുരുഷാരം പാടിയിതാ രാജാധിരാജൻ സുവർണ താരമേ കൊളുത്തി വച്ചുത ആകാശദീപം ഇടയ സഹചരെ ഉണർന്നു നടന്നുവ തൂമഞ്ഞിലൂടെ കടലേഴും പാടിയിതാ ദേവാധിദേവൻ പുരുഷാരം പാടിയിതാ രാജാധിരാജൻ. La 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 la
കൊളുത്തിവച്ചുത ആകാശദീപം ഇടയ സഹചരെ ഉണർന്നു നടന്നുവ തൂമഞ്ഞിലൂടെ കടലേടും പാടിയിതാ ദേവാധിദേവൻ പുരുഷാരം പാടിയിതാ രാജാധിരാജൻ പുരുഷാരം പാടി ഇതാ രാജാധിരാജൻ സുവർണ താരമേ കൊളുത്തിവച്ചുത ആകാശദീപം ഇടയ സഹചരെ ഉണർന്നു നടന്നുവ തൂമഞ്ഞിലൂടെ കടലേടും പാടി ഇതാ ദേവാധിദേവൻ പുരുഷാരം പാടി ഇതാ രാജാധിരാജൻ സുവർണ താരമേ കൊളുത്തിവച്ചുത ആകാശദീപം ഇടയ സഹചരെ ഉണർന്നു നടന്നുവ തൂമഞ്ഞിലൂടെ കടലേടും പാടി ഇതാ ദേവാധിദേവൻ പുരുഷാരം പാടി ഇതാ രാജാധിരാജൻ ആൻമേരിയ നല്ല രസമായിട്ട് പാട്ട് പാടി. താങ്ക് യു. ഒരു ടെൻഷനും ഇല്ലാണ്ട് വളരെ ഫ്രീ ആയിട്ട് മോളത്ത് പ്രസന്റ് ചെയ്യാൻ മാക്സിമം ശ്രമിച്ചു അല്ലേ? ഉണ്ട്. ശരി അച്ഛാ. ആൻമരിയ വളരെ നന്നായിട്ട് പാടി. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു അച്ഛാ. പാട്ട് പഠിക്കുന്നുണ്ടോ? എത്ര നാളായിട്ട്? 5 വർഷത്തോളായി പാട്ട് പഠിക്കുന്നുണ്ട്. വെരി ഗുഡ്. നല്ല ശബ്ദമാണ് ആൻമരിയയുടെ. നന്നായി പാടി. ചെറിയ ആ കടലേഴും പാടി ഇതാന്ന് പറയുമ്പോൾ ഓരോ പ്രാവശ്യം പാടുമ്പോൾ ചെറിയ ചെറിയ വേരിയേഷൻസ് വരുന്നുണ്ട്. ഇടയ്ക്ക് പാടുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് വന്നു. തുടക്കത്തിൽ കുറച്ച് ശക്തി കുറഞ്ഞു. പേടിയില്ലല്ലോ? ചെറുതായിട്ട് ചെറിയ ചെറിയ പേടിയുള്ളൂ. പാട്ട് ഈ പഠിക്കുന്നതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? എനിക്ക് സമയം കിട്ടുന്നുണ്ടോ? ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ചെയ്യാറുണ്ട്. സമയം കിട്ടുമ്പോൾ ചെയ്യാന്നല്ലേ? നല്ല കാര്യം. പാട്ട് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞില്ലേ പണി. അപ്പൊ പ്രാക്ടീസ് ഇല്ലെങ്കിൽ നമ്മൾ ഔട്ടാണ് മ്യൂസിക്കിൽ ആരായാലും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യണം. പഠിച്ചാൽ മാത്രം പോരാ, പ്രാക്ടീസ് ചെയ്യണം. ചെയ്തു കഴിഞ്ഞാൽ ഇനിയും ഇനിയും ഉയരങ്ങളിലേക്ക് പോകാൻ പറ്റും. മോൾക്ക് അതിനുള്ള നല്ല സിദ്ധി ദൈവം തന്നിട്ടുണ്ട്. ഓക്കെ, നല്ല ശബ്ദം, നന്നായി പാടാനുള്ള നല്ല സ്റ്റേജ്, നല്ല പെർഫോമിങ് ഒരു ഗുണം നന്നായിട്ട് തന്നിട്ടുണ്ട്. നന്നായിട്ട് ഓൾ ദ ബെസ്റ്റ്. പിന്നെ കുറച്ചൊക്കെ ചെറിയ ചെറിയ വേരിയേഷൻസ് പാട്ടിൽ വരുന്നുണ്ട്. അത് ഈ പ്രാക്ടീസ് കൂടുതൽ വന്നു കഴിയുമ്പോൾ അതൊക്കെ സോൾവ് ആവും. ഈ ശ്രുതി എന്ന് പറയുന്നത് അങ്ങനെയാണ്. ശ്രുതി എവിടെ? നമ്മുടെ ബ്രെയിനിൽ നമ്മൾ സ്കാൻ ചെയ്യണത്. തൊണ്ടയിലല്ല ശരിക്കും പാട്ട് എന്ന് പറയുന്നത്, ബ്രെയിനിലാണ്. അപ്പം അത് നമ്മളിങ്ങനെ പാടുകയും കേൾക്കുകയും ചെയ്യും. പാട്ട് കേൾക്കും വേണം കുട്ടികൾ. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പാട്ട് കേൾക്കാനായിട്ട് സമയം കിട്ടണമെന്ന് അറിയില്ല എനിക്ക്. അത്രയ്ക്കധികം പഠിക്കാനും കാര്യങ്ങളൊക്കെ. പാട്ട് കേൾക്കണം. കേൾവി ജ്ഞാനമാണെന്നാണ് പറയുന്നത് പാട്ടിനെ കുറിച്ച് പറയുന്നത്. കേൾവി ജ്ഞാനം. അപ്പോൾ കേട്ടാണ്. എനിക്കൊക്കെ ആദ്യകാലത്ത് ഒരു രാഗം അറിയില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ എല്ലാ ദിവസവും കച്ചേരി കേൾക്കാൻ പോകും. മദ്രാസിലായിരിക്കുന്ന സമയത്ത് ഡെയിലി കച്ചേരി കേൾക്കാൻ പോവാണ്. ഒരു പാഷൻ.
ഭ്രാന്ത് എന്ന് പറയില്ലേ. അപ്പം അങ്ങനെ കേട്ട് 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 പിന്നെ നമ്മൾ ഓരോ രാഗങ്ങൾ തിരിച്ചറിയുന്നു, പിന്നെ നമുക്കത് പാടാൻ പറ്റുന്നു. അങ്ങനെ കേൾവിയും നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പഠിക്കൽ മാത്രമല്ല, എല്ലാം ഒരു 25% മാത്രമേ ഉള്ളൂ. അപ്പോൾ കേൾവി, ധാരാളം പാട്ട് കേൾക്കുന്നതനുസരിച്ച് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നല്ല ഗായികയായിട്ട് വരട്ടെ. താങ്ക് യു ഫാദർ. സിസ്ലി. ഹായ് ആൻ മരിയ. ഹായ് മാം. നന്നായി പാടി കേട്ടോ. ഇത് അത്യാവശ്യം ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പാട്ടാണ്. കാരണം ഒരുപാട് വേർഡ്സ് വരുന്നതുകൊണ്ട് ബ്രീതിങ് എടുക്കാനായിട്ടൊരു സ്പേസ് ഇച്ചിരി കുറവാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പാടി പോകുന്നതുകൊണ്ട് ഒരുപാട് ലിറിക്സും ഉണ്ട്. അപ്പം അതുകൊണ്ട് അതിൻ്റെതായ ഒരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു. പക്ഷെ മോള് നന്നായിട്ട് അത് ഹാൻഡിൽ ചെയ്തു. എവിടെയും അങ്ങനെ ഒരു പോരായ്മയായിട്ട് അങ്ങനെ തോന്നിയില്ല. ഒരു ഇച്ചിരി ഈ തുടങ്ങുന്ന സമയത്ത് മോൾ ആ ലാല അങ്ങനെയല്ലേ തുടങ്ങുന്നത്, സോങ് തുടങ്ങുന്നത് അങ്ങനെയല്ലേ. അപ്പോൾ പെട്ടെന്ന് പാട്ടിലോട്ട് കയറുമ്പം ശ്രുതി ഒന്ന് കേട്ടിട്ട് അത് മനസ്സിൽ, ഇപ്പം നേരത്തെ പാടിയാലും നമ്മുടെ മനസ്സിൽ ആ ശ്രുതി ഒന്ന് കേട്ട് ഒന്ന് പ്ലാൻ ചെയ്തിട്ട് വേണം പാടാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് തുടങ്ങിയപ്പം ഒരു ജേർക്ക് ഉണ്ടായിരുന്നു, ആ ശ്രുതിയിലോട്ട് അങ്ങ് വീണില്ലായിരുന്നു. ഒന്നുകൂടെ അതൊന്ന് ബിഗിനിങ് ഒന്ന് നന്നായിട്ട് തുടങ്ങും, ശ്രുതി ഒന്ന് നന്നായിട്ട് കേട്ടിട്ട്. ഇപ്പൊ നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തു. നേരത്തെ ഒരു ശ്രുതിയിലോട്ട് വീണില്ലായിരുന്നു ആദ്യം പാടിയപ്പം. മോള് ക്വയറിലൊക്കെ പാടുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ. കോമ്പറ്റീഷനൊക്കെ പങ്കെടുക്കാറുണ്ടോ? സോളോസ് ഒക്കെ പാടാറുണ്ടോ? ഇച്ചിരി കൂടെ കോൺഫിഡൻസ് വരാം കേട്ടോ മോളുടെ സോങ്ങില്. ഓക്കെ, മിടുക്കിയായിട്ട് വായോ. ഗോഡ് ബ്ലെസ്. താങ്ക് യു. മനോജ് ചേട്ടാ. ആൻമരിയ. സർ. ആൻമരിയ വളരെ ഭംഗിയായിട്ട് ഈ പാട്ട് പാടി. കാരണം ഈ ഒരു നല്ലൊരു സെലക്ഷനായിരുന്നു ഈ സോങ്. ഒരു ഫാസ്റ്റ് റൗണ്ടിൽ ഇത്തിരി വ്യത്യസ്തതയുള്ള ഒരു സോങ് ആയിട്ടാണ് തോന്നിയത്. കാരണം കുറച്ചുകൂടെയൊക്കെ നമുക്ക് നമ്മുടെ ടെക്നിക്സ് അല്ലെങ്കിൽ കഴിവുകൾ കുറച്ച് കാണിക്കാൻ പറ്റുന്ന ഒരു സോങ് ആയിരുന്നു. അപ്പം അത് ഒരുവിധം ആൻമരിയ അത് പാടി വിജയിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നല്ല വോയിസാണ് മോളുടെ, നല്ല ഒരു ഡെപ്ത് ഉള്ളതാണ്. അതെന്താ പറയുക, അത് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കുറേ കൂടെ ഭംഗിയാക്കാൻ പറ്റും. നല്ലൊരു ദൈവാനുഗ്രഹമാണ് അതൊക്കെ. ഇത്ര നല്ല വോയിസ് തരിക, ഇത്ര ഭംഗിയായിട്ട് പാടാൻ ശ്രമിക്കുക. പിന്നെ കുറേ കൂടെ നമ്മൾ അധ്വാനിക്കണം. അധ്വാനിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ കൂടെ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ തന്നിട്ടുള്ള കഴിവുകളെ മുന്നോട്ട് കൊണ്ടുപോകണം. മോൾക്ക് നല്ല ഭാവിയുണ്ട്. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഇനി അടുത്ത റൗണ്ടിൽ നമുക്ക് വേറൊരു പാട്ടായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. യെസ്, ആൻഡ് മരിയ. സിസ്ലിയുടെ അടുത്ത് ചോദിക്കാം നമുക്ക് ആദ്യം എത്ര മാർക്കാണ് തരുന്നതെന്നുള്ളത്. സിസ്ലി 10 മാർക്ക് തരണത്. എത്രയാണ് സിസ്ലി? ആൻമരിയ, അടുത്ത പ്രാവശ്യം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് വരണം. ഇപ്പോൾ ഒരു എൻകറേജ്മെന്റ് എന്നുള്ള നിലയിൽ 8 മാർക്ക്. താങ്ക് യു മാം. മനോജ് ചേട്ടാ. അതെ, ഇനി നന്നായി പ്രാക്ടീസ് ചെയ്യാനായിട്ട് 7.5. താങ്ക് യു സർ. 15.5 മാർക്സ് ആണ്. ഇനി അച്ഛന്റെ അടുത്താണ് ചോദിക്കാനുള്ളത്. അച്ഛൻ എത്ര മാർക്കാണ് നൽകുന്നത്? ആൻമരിയയ്ക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് 8 മാർക്ക്. താങ്ക് യു അച്ഛാ. അപ്പോൾ 23.5 മാർക്സ് ആണ് ആൻമരിയയ്ക്ക് ഈ ഒരു ഫസ്റ്റ് റൗണ്ടിൽ കിട്ടിയിരിക്കുന്നത്. ഹാപ്പി? ഓക്കെ. അപ്പൊ എന്നാ മോള് ബാക്കി ചോദിച്ചോളൂ പ്രേക്ഷകരുടെ അടുത്ത്. ഗ്രേസ് മാർക്കിന് നിങ്ങൾ എല്ലാവരും എൻ്റെ പാട്ട് കേൾക്കണം, ലൈക്കും കമന്റും ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. അപ്പൊ ആൻമരിയ പോയിട്ട് വരൂ, നമുക്ക് വീണ്ടും കാണാം കേട്ടോ. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യുടെ ഫസ്റ്റ് റൗണ്ട് കോമ്പറ്റീഷൻ ആണ് മാന്യ പ്രേക്ഷകർ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ഈ ആദ്യത്തെ റൗണ്ടിലെ ഫൈനൽ കണ്ടസ്റ്റന്റ് ആണ് ഇനി വേദിയിലേക്ക് എത്താൻ പോകുന്നത്. ആബേൽ ഡേവിസ്. ഇരിങ്ങാലക്കുട രൂപതയിലെ തെക്കൻ താണിശ്ശേരി സെന്റ് സേവിയേഴ്സ് ഇടവകാംഗമാണ് ആബേൽ ഡേവിസ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ആബേൽ ഡേവിസ്, തൃശ്ശൂർ ജില്ലയിൽ മാളക്കടുത്ത് കൂഴൂരാണ് വീട്. ഇരിഞ്ഞാലക്കുട രൂപതയിലെ തെക്കൻ താണിശ്ശേരി ഇടവകാംഗമാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 14 വയസ്സ്. ഹോളി ചൈൽഡ് സ്നേഹഗിരി സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. കുട്ടിക്കാലം മുതലേ സംഗീതത്തിൽ താല്പര്യമുണ്ടായിരുന്ന മകനെ
അതിന് സഹായിച്ചത് മാതാപിതാക്കളും വൈദികരും പള്ളി കൊയറുമാണ്. ഞാൻ 4 വർഷമായിട്ട് കർണാടക സംഗീതം പഠിക്കുന്നുണ്ട്. അന്നമനട സതീഷ് മാഷിന്റെ അടുത്താണ് പഠിക്കുന്നത്. ഷാൻ റഹ്മാൻ സാറിന്റെ കൊയറിലെ അംഗവുമായ ആബിൾ ഡേവിസ് നിരവധി നേട്ടങ്ങൾ കൈവരിച്ച വ്യക്തിയാണ്. എന്നെ പാട്ട് പാടാനും എല്ലാത്തിനും പ്രധാനമായി പ്രോത്സാഹിപ്പിച്ചത് എൻ്റെ ഫാമിലിയാണ്. അപ്പനാണ് എന്നെ പണ്ട് തുടങ്ങി പാട്ട് പഠിപ്പിക്കാൻ കൊണ്ടുപോകുകയും എല്ലാം ചെയ്തിരുന്നത്. ഇന്ന് ഞാൻ പാടാൻ പോകുന്ന പാട്ട് അമ്മയെ അറിയാം എന്നെ യേശുവോടൊപ്പം എന്ന് പറയുന്ന സോങ്ങാണ്. ഹോളി ചൈൽഡ് സ്നേഹഗിരി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ കൊച്ചു കലാകാരനെ വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹലോ അബേൽ, അപ്പോ എങ്ങനെയാണ് ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ടെന്ന് ആര് അറിഞ്ഞത്? ആദ്യം ഞങ്ങളുടെ കൊയറിന്റെ പ്രസിഡന്റ് അയച്ചെന്ന്. ഓക്കെ, അപ്പൊ പോയി നോക്ക്. അപ്പൊ നിങ്ങളുടെ ക്വയറിൽ വേറെയും കുട്ടികളുണ്ടല്ലോ പാട്ട് പാടുന്ന. എന്തുകൊണ്ടാണ് ആബേലിന്റെ അടുത്ത് മാത്രം ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? ചോദിച്ചില്ലേ? കാരണം ക്വയറിൽ ഏറ്റവും നന്നായിട്ട് പാടുന്നത് ഒരു പക്ഷെ ആബേൽ ആയതുകൊണ്ടായിരിക്കാം. അറിയില്ല. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ പ്രസിഡന്റ് പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ ഈ മോന്റെ കഴിവ് അദ്ദേഹത്തിന് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവണം, അറിയാം. അതുകൊണ്ട് തന്നെയാണ് നിനക്ക് പറ്റിയൊരു വേദിയാണ്, പോയിട്ട് വരൂ എന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടാവുക. വികാരിയച്ഛന്റെ അടുത്തേക്ക് പറഞ്ഞിട്ടല്ലേ ഇപ്പൊ വന്നിരിക്കുന്നേ? ഇന്നലെ വിളിച്ചു. ഓക്കെ, അപ്പൊ എല്ലാരും അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഏത് പാട്ടാണ് അബേൽ ഇപ്പൊ പാടാൻ പോണത്? മരിയൻ റൗണ്ടില് അമ്മയെ അറിയാം എന്നെ യേശുവോടൊപ്പം എന്ന് പറയുന്ന പാട്ടാണ്. ഓക്കെ, മാതാവിന്റെ പാട്ട്. അപ്പം അബേൽ ഇതുവരേക്കും ഫസ്റ്റ് റൗണ്ടില് ബാക്കി 36 കുട്ടികൾ ഇവിടെ വന്നു, പെർഫോം ചെയ്തു, പോയി. അപ്പൊ ഇതുവരെ എല്ലാവരും കേട്ട പാട്ടിനെക്കാട്ടിലും ഒക്കെ ഏറ്റവും നല്ല ബെസ്റ്റ് പാട്ടായിട്ട് അബേലിന്റേത് വരണം. അതേപോലെ ഏറ്റവും നല്ല മാർക്കും ഏറ്റവും ഹയസ്റ്റ് സ്കോറും അബേലിന്റേതായിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Voice of Goodness Season 3. Voice of Goodness Season 3. അമ്മയെ അറിയാം എൻ യേശുവോടൊപ്പം, യേശുവേ അറിയാം എന്നമ്മയോടൊപ്പം. അമ്മയെ അറിയാം എൻ യേശുവോടൊപ്പം, യേശുവേ അറിയാം എന്നമ്മയോടൊപ്പം. അമ്മേ എന്നെ നിൻ മകനോടു ചേർക്കണേ, എന്നും നിന്നോമൽ പ്രിയനായി മാറ്റണേ. ഇനി എന്നും എന്നുള്ളിൽ പുതു സ്നേഹമാകണേ, ഇനി എന്നും എന്നുള്ളിൽ പുതു സ്നേഹമാകണേ. അമ്മേ മരിയേ എൻ കണ്ണിനൊളിയേ, എന്നുള്ളിൽ തണുവേ എൻ പുണ്യം നീയേ. അമ്മേ മരിയേ എൻ കണ്ണിനൊളിയേ, എന്നുള്ളിൽ തണുവേ എൻ പുണ്യം നീയേ. അമ്മയെ അറിയാം എൻ യേശുവോടൊപ്പം, യേശുവേ അറിയാം എന്നമ്മയോടൊപ്പം. കീഴേ ഞാൻ തളർന്നിരുന്നപ്പോ നെഞ്ചോടു ചേർത്തതും അമ്മയല്ലേ. ക്രൂശിൻ കീഴേ ഞാൻ തളർന്നിരുന്നപ്പോൾ നെഞ്ചോടു ചേർത്തതും അമ്മയല്ലേ. എന്നും അവനൊപ്പം കൂടെയിരിക്കാൻ ക്രൂശിതൻ തന്നൊരു സ്നേഹമല്ലേ. ആ സ്നേഹമാണെൻ്റെ അമ്മ,
അമ്മ. അമ്മേ മരിയേ എൻ കണ്ണിനൊളിയേ, എന്നുള്ളിൽ തണുവേ എൻ പുണ്യം നീയേ. അമ്മേ മരിയേ എൻ കണ്ണിനൊളിയേ, എന്നുള്ളിൽ തണുവേ എൻ പുണ്യം നീയേ. ഹൃദയം തകർന്നൊരു അമ്മയല്ലേ പൊൻ മകനെ നൽകിയ ത്യാഗമല്ലേ. ഹൃദയം തകർന്നൊരു അമ്മയല്ലേ പൊൻ മകനെ നൽകിയ ത്യാഗമല്ലേ. എന്നും അവനൊപ്പം കൂടെയിരിക്കാൻ ജപമണിമാലത്തൻ കോട്ടയായി. ആ സ്നേഹമാണെൻ്റെ അമ്മ. അമ്മയെ അറിയാം എൻ യേശുവോടൊപ്പം, യേശുവെ അറിയാം എന്നമ്മയോടൊപ്പം. അമ്മേ എന്നെ നിൻ മകനോടു ചേർക്കണേ, എന്നും നിന്നോമൽ പ്രിയനായി മാറ്റണേ. ഇനി എന്നും എന്നുള്ളിൽ പുതു സ്നേഹമാകണേ, ഇനി എന്നും എന്നുള്ളിൽ പുതു സ്നേഹമാകണേ. അമ്മേ മരിയേ എൻ കണ്ണിനൊളിയേ, എന്നുള്ളിൽ തണുവേ എൻ പുണ്യം നീയേ. അമ്മേ മരിയേ എൻ കണ്ണിനൊളിയേ, എന്നുള്ളിൽ തണുവേ എൻ പുണ്യം നീയേ. അമ്മയെ അറിയാം എൻ യേശുവോടൊപ്പം, യേശുവെ അറിയാം എന്നമ്മയോടൊപ്പം. പാടുന്നതിന് മുമ്പ് ഇത്ര ടെൻഷൻ ഉണ്ടായിരുന്നില്ല. പാടി കഴിഞ്ഞപ്പോ ഇനി എന്താ, കഴിഞ്ഞത് കഴിഞ്ഞു. നന്നായിട്ട് പാടിയല്ലോ അല്ലേ? ആ അച്ഛാ, ആബേൽ ഡേവിസ് വളരെ നന്നായിട്ട് പാടി. താങ്ക് യു. നല്ല ശബ്ദം, താങ്ക് യു. നല്ല ഗ്രേറ്റ് വോയിസ്. അല്ല, ഈ പ്രായത്തിൽ ഇത്രയും നല്ലൊരു വോയിസ് കിട്ടാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. നല്ല നല്ല ഫ്ലഷി ആയിട്ടുള്ള ശബ്ദം, മെയിൽ വോയിസ്, മച്യൂർ വോയിസ്. താങ്ക് യു. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമാണ് മോനെ. പിന്നെ നല്ല കോൺഫിഡൻസ് സിംഗിങ്, അതിൻ്റെ മൊത്തത്തിലുള്ള സ്ട്രക്ചർ നല്ല കോൺഫിഡൻസിലാണ് പാടിയിരുന്നത്. പക്ഷെ ഇടയ്ക്ക് എവിടെ ചെറിയ പേടി ഉള്ള പോലെയൊക്കെ തോന്നിയിരുന്നു ചെറുതായിട്ട്. ആ, അപ്പോൾ അവിടെയൊക്കെ ചെറിയ സ്ലിപ്പുകൾ ഉണ്ടായിട്ടുണ്ട് അവിടെ ഇവിടെ ഇവിടെയൊക്കെ. വരികളുടെ എൻഡിങ്ങിൽ പ്രത്യേകിച്ച് എന്തോ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന പോലെ ഒരു സ്ലിപ്പ്. അമ്മയല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തളർന്നിരുന്നപ്പോൾ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ചെറിയ ചെറിയ സ്ലിപ്പുകൾ വന്നു. അല്ലെങ്കിൽ സംഗതികളൊക്കെ ക്ലിയർ ആയിട്ട് പാടുന്നുണ്ട്. ഇപ്പോൾ ഒരു അസാധ്യമായിട്ട് മകനെ നൽകിയ രണ്ടാമത് റിപ്പീറ്റേഷൻ, ഭയങ്കര അസാധ്യമായിട്ടുള്ളൊരു സംഗതി എടുക്കുകയുണ്ടായി. നല്ല കപ്പാസിറ്റി ഉണ്ടെന്ന് കാണിക്കുന്നത്, നല്ല കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഇനി എക്സ്പീരിയൻസ് ആണ് കൂടുതൽ വേണ്ടത്. കുറേ എക്സ്പീരിയൻസ് കിട്ടുന്നതോറും നമുക്ക് കോൺഫിഡൻസ് ഇനിയും കൂടും അല്ലേ? അപ്പോൾ ഇതുപോലെയുള്ള വേദികൾ അതിന് സഹായിക്കുന്നതാണ്, എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാനായിട്ട്. ബ്രീത്തിങ് ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ നല്ലതെന്ന് എനിക്കൊരു തോന്നലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ലിപ്പിങ് എന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റും. കാരണം നമുക്ക് സ്ലിപ്പ് ചെയ്യുന്നത് നമുക്ക് എൻഡിങ്ങിലേക്ക് നമുക്ക് ബ്രത്ത് നിൽക്കാത്തതുകൊണ്ടാണ് ശക്തമായിട്ട്. അങ്ങനെയാണല്ലേ? ആ, ഇപ്പോൾ ഡെയിലി ഒരു 15 മിനിറ്റ് പ്രാണായാമ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ വലിയ വ്യത്യാസം തരും. എനിക്കത് ഉറപ്പ് പറയാൻ പറ്റും. ഞാൻ അനുഭൂതി എന്ന് പറയുന്നത് അത് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചേഞ്ചസ് വോയിസിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ.
അപ്പോൾ നല്ല ആശംസകൾ, നല്ല വലിയ ഗായകനായി മാറട്ടെ. അബേൽ ഡേവിസിന് എല്ലാവിധ ആശംസകൾ നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫാദർ. അപ്പൊ ഇനി നമുക്ക് സിസ്ലി ചേച്ചിയുടെ അടുത്ത് ചോദിക്കാം. സിസ്ലി. അബേൽ, നന്നായിട്ട് പാടി മോനെ. മോനെ ഈ ശബ്ദം മാറി വന്ന ശബ്ദമാണോ ഇത്? കൊറോണയുടെ ടൈമില് പാട്ട് പാടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അപ്പോഴേ ഈ സംഭവം മാറി. ഓക്കെ, ഇപ്പൊ നല്ല ആ ഒരു ഒച്ച ശബ്ദം വന്നു. ഓക്കെ ഓക്കെ, എന്തായാലും ശബ്ദം മാറി കഴിഞ്ഞ ഒരു സ്റ്റേജ് ആയതുകൊണ്ട് നന്നായിട്ട് പാടാൻ പറ്റി. നല്ല ശബ്ദമായിരുന്നു. ഈ പാട്ടിന് വേണ്ടുന്ന ഒരു നല്ല വോയിസ് ആയിട്ട് തോന്നി. നല്ല ഇൻവോൾവ് ചെയ്ത് മോൻ അതുകൊണ്ട് പാടാൻ പറ്റി. കുറച്ച് എനിക്ക് പറഞ്ഞ പോലെ, അച്ഛൻ പറഞ്ഞ പോലെ എൻ്റെ ഒരു വൈബ്രേഷൻ, അത് ഈ പേടിയുടെ വൈബ്രേഷൻ ആണോ അതോ വോയിസിലുള്ള വൈബ്രേഷൻ ആണോ? അത് ഒറിജിനലി പാടണേന്റെ ലാസ്റ്റ് വിബ്രാറ്റോ ഉണ്ട്. അപ്പൊ ഞാൻ അതുമാതിരി ആക്കാൻ നോക്കിയതാണ് അല്ലെ. അത് എല്ലാ ലൈനിലും കൊടുക്കണ്ട. നമുക്ക് ഈ ലോങ് സസ്റ്റെയിൻസ് ഒക്കെ ഇല്ലേ, ഇന്ന് പാടി നിർത്തുന്ന സമയത്ത് അങ്ങനെ പാടി നിർത്താം. എല്ലാ ലൈനിലും കൊടുക്കുമ്പോൾ നമുക്കത് ആ ശ്രുതി ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ തോന്നും കേട്ടോ. അപ്പോൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്താലും നമുക്ക് ശ്രുതി കൃത്യമായിട്ട് കിട്ടത്തില്ല. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പം നമുക്ക് കൃത്യമായിട്ട് പാടി ആ നോട്ട്സിൽ ടച്ച് ചെയ്ത് തന്നെ അതിൻ്റെ വൈബ്രേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഫീലിംഗ് ഉണ്ടായിരുന്നു. ഈ ആബേല് നമ്മുടെ ബൈബിളിൽ ആരായിട്ട് വരും? ബൈബിളില് ആദത്തിന്റെ ഹവ്വയുടെ മകൻ. ഗുഡ്. കായേനും ആബേലും ആണല്ലേ മക്കൾ. അപ്പം ഞാനൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചതാ. കൊന്തയൊക്കെ കൈ പിടിച്ച് നല്ല സ്ട്രോങ് ആയിട്ട് നിന്ന്, സാധാരണ ആൺകുട്ടികൾ കഴുത്തിലിട്ടൊക്കെ കണ്ടിട്ടുണ്ട്, അങ്ങനെ കൈ പിടിച്ച് കണ്ടിട്ടില്ല. ഒരു ധൈര്യത്തിനാണല്ലേ. അത്ര ധൈര്യം പോരല്ലോ പറയുമ്പോ, നല്ല ഉറച്ചു പറയാ ധൈര്യത്തിന് വേണ്ടിട്ട്. ഓക്കെ. അപ്പോ അടുത്ത റൗണ്ടില് നല്ല സ്ട്രോങ് ആയിട്ട് കോൺഫിഡന്റ് ആയിട്ട് നന്നായിട്ട് പാടാൻ കഴിയട്ടെ. നന്നായി പാടി കേട്ടോ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. മനോജ് ചേട്ടാ. അബേൽ, എന്തോ അബേല് ഭയങ്കര ഭംഗിയായിട്ട് പാടി. ഇതിനു മുന്നേ വല്ല കോമ്പറ്റീഷന് പങ്കെടുത്തിട്ടുണ്ടോ? റിയാലിറ്റി ഷോന് ആദ്യമായിട്ടാണ്. ഓക്കെ. കോമ്പറ്റീഷൻസിന് കുറെ പങ്കെടുത്തിട്ടുണ്ട്. ഓക്കെ. റെക്കോർഡിങ് അങ്ങനെ എന്തെങ്കിലും പാട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. ആൽബത്തിലൊക്കെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ പോയിട്ട് പാടിയിട്ടുണ്ട്. ഷോർട്ട് ഫിലിമിന്റെ സോങ് ഇറങ്ങിയിട്ടില്ല. ഇറങ്ങട്ടെ. കാരണം എനിക്ക് തോന്നിയത് എന്താ വെച്ചാലേ, ഇപ്പോഴത്തെ റെക്കോർഡിങ്ങിനൊക്കെ പറ്റിയ ഒരു വോയിസ് ആയിട്ട് തോന്നിയത്. അത്രയും എന്താ പറയുക, നല്ല ഡെപ്ത് ഉള്ള ഒരു ശബ്ദം. ഇപ്പൊ ഈ വോയിസ് ചേഞ്ച് കഴിഞ്ഞു വന്ന ഒരു സമയല്ലേ, അപ്പൊ അത് ഏകദേശം എത്ര കാലം ഉണ്ടായിരുന്നു ഒരു വോയിസ് ചേഞ്ച്, ഒരു പാടാൻ ബുദ്ധിമുട്ട്? കൊറോണയുടെ ആ വർഷം കൊറോണ ഉണ്ടായിരുന്നു. സ്കൂൾ വിട്ട് ഉണ്ടായ ഫുള്ള് വർഷവും എനിക്ക് പാടാൻ പറ്റണ്ടായില്ല. അപ്പൊ കൊറോണ ഒരു അനുഗ്രഹമായി ശരിക്ക്. ആ സമയത്ത് ഇതൊക്കെ ഈ സ്ട്രഗിൾ എല്ലാം കഴിഞ്ഞു അല്ലേ, മാറി. അത് കഴിഞ്ഞിട്ട് ഫ്രഷ് ആയിട്ടുള്ള ശബ്ദം വന്നു. ഈ കാലത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പൊ നല്ല ലോ ഇത് നന്നായിട്ടുണ്ട്, ലോ സെക്ഷൻ ഏരിയ, അതിൻ്റെ ഫ്രീക്വൻസി പറയുകയാണെങ്കിൽ. അപ്പം ഇനി ഹൈ നോട്ട്സൊക്കെ കൂടുതൽ പാടി പഠിക്കണം. ഈ റേഞ്ച് ഞാൻ പറയാറുണ്ട്, പറ്റാവുന്ന റേഞ്ച് എത്തിയില്ലെങ്കിൽ ഇപ്പോൾ അതൊക്കെ ട്രെയിൻ ചെയ്യാം. കാരണം ഓൾറെഡി മോൻ്റെ ശബ്ദം ഓൾറെഡി മെച്യൂർഡായി കഴിഞ്ഞു. അപ്പം ഇനി തന്നെ ഇതിനെ നമ്മൾ കുറച്ച് വളവും വെള്ളമൊക്കെ ഇട്ട് വളർത്തില്ലേ, അതുപോലെ അതിനാണ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. അത് പ്രാക്ടീസ് ചെയ്തിട്ട് റേഞ്ചുകൾ നമുക്ക് കൂട്ടാൻ ശ്രമിക്കണം. ലോ കൂട്ടണം, അതുപോലെ ഹൈയും കൂട്ടാൻ ശ്രമിക്കാം. ഓക്കെ. മോൻ ഞാൻ പറഞ്ഞതാണ്, ഒരു നല്ലൊരു റെക്കോർഡിങ്ങിന് പറ്റുന്ന ഒരു ശബ്ദമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, ഈ ഇവർക്ക് നേരത്തെ പറഞ്ഞ പോലെയാണ് ഒരു വൈബ്രേഷൻ അല്ലെങ്കിൽ ആ വിബ്രാട്ടോ കൊടുക്കുന്നുണ്ടല്ലോ, അത് എല്ലായിടത്തും ഇത്തിരി കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് ഈ പാട്ടിൻ്റെ ഓരോ ഫ്രേസിൻ്റെ എൻഡിലും ഓക്കെ, അതൊന്ന് കുറയ്ക്കാനുള്ളൊരു, അത് തന്നെ ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണോ? അത് ഞാൻ ഈ പാട്ട് കേട്ടപ്പോൾ അത് വരാൻ വേണ്ടി കുറെ നേരം ഇരുന്നു, പിന്നെ പോണില്ല, പിന്നെ അവിടെ കിടന്നു. ഇനിയിപ്പോൾ അതിന് പറഞ്ഞേക്കണം. ആവശ്യത്തിന് ചോദിച്ചു മേടിക്കാവൂ, കുറച്ച് കഴിഞ്ഞ് ബാക്കി പോക്കറ്റിലിട്ടോണം, എന്നിട്ട് ആവശ്യത്തിന് ഉപയോഗിക്കുക. അത് വിബ്രാട്ടമാണെങ്കിൽ മെയിൻലി പറയാനുള്ളൊരു കാര്യം. അല്ലെങ്കിൽ എന്താ മോൻ ഒരു തിരക്കുള്ള ഒരു റെക്കോർഡിംഗ് ആർട്ടിസ്റ്റായിട്ട് തീരാനുള്ള സാധ്യതയുണ്ട്. അത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ആ ഒരു അനുഗ്രഹം
നന്നായിട്ട് കൊണ്ടു നടക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ആബേൽ റെഡിയാണല്ലോ? അച്ഛൻ്റെ അടുത്ത് ഞാൻ ആദ്യം ചോദിക്കട്ടെ? മുറുക്ക പിടിച്ചോ, സ്വന്തം മുറുക്ക പിടിച്ചോ. ഓക്കെ അച്ഛാ, എത്ര മാർക്കാണ് ആബേലിന്? ആബേൽ വളരെ മനോഹരമായിട്ടുള്ള ശബ്ദമുള്ള ഗായകനാണ്. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് 8.5. താങ്ക് യു. 8.5 കേൾക്കുമ്പോ ഇങ്ങനെ കാണാൻ ഇവിടെ ഷിവർ ചെയ്യണത്. റിലാക്സ്ഡ് ആവൂ. ആയി എന്ന് പറഞ്ഞാലും മാർക്കും ഇനി മനോജേട്ടന്റെ അടുത്ത് ചോദിക്കുമ്പോഴാണ് കാണാൻ നമുക്ക് ഇവിടെ ഇങ്ങനെ കേട്ടോ. നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്ക. മനോജേട്ടാ, ആബേലിന് ഞാൻ 9 ആയിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഹോൾഡ് പക്ഷെ എന്താ വിബ്രാട്ടോ ഉണ്ടല്ലോ, അത് കുറച്ചെടുത്ത് കളയാൻ വേണ്ടിയിട്ട് ലേശം കുറച്ചു, ഒരു 1/2 മാർക്ക് കുറച്ചിട്ടുണ്ട്. 8.5. സിസ്ലി. ആബേൽ, ഞാൻ പക്ഷെ ഇവരിൽ നിന്ന് കുറച്ച് കുറയ്ക്കും ആബേൽ. കുറച്ചാലോ എന്ന് ആലോചിച്ചു. അത് ഉള്ളിലിരിക്കുന്ന വിബ്രാറ്റോടെയാണ് മിസ് കുറയ്ക്കില്ല, അങ്ങനെ പറയൂ. അടുത്ത പ്രാവശ്യം വിബ്രാറ്റോ ഇച്ചിരി കുറയ്ക്കുവോ? ഈ പാട്ട് മാത്രമേ വരുള്ളൂ. അതെ, ഇതെന്താ ഈ പാട്ടിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ ആയിപ്പോയതാണ്. അടുത്ത പാട്ട് പാടുമ്പോ വിബ്രാറ്റോ വരില്ല. പക്ഷെ അത് ഞങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? അടുത്ത റൗണ്ടിൽ പാടിയാലല്ലേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. അപ്പോ എന്നാ ആ ഒരു പ്രതീക്ഷയിൽ വിബ്രാറ്റോ കുറച്ച് അടുത്ത പ്രാവശ്യം പാടുന്നുള്ള പ്രതീക്ഷയിൽ 8.5. ഓ, സമാധാനായോ അബേലിന്? അപ്പോ ഇവര് 3 പേരും കൂടെ ചേർന്ന് അബേലിന് ഇപ്പൊ തന്നിരിക്കുന്ന എത്ര മാർക്കാ? 25.5 മാർക്സ് ഓൺ 30. സന്തോഷായി. ഓക്കെ, ഇൻക്രീസ് മാർക്കിന് വേണ്ട കാര്യമുണ്ടല്ലോ, പറഞ്ഞോളൂ. ഇത്ര നേരം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. ശരിയെന്നാ. ശരിയെന്നാ. ഓക്കെ, ബൈ. താങ്ക് യു. ടാറ്റാ. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യുടെ പ്രേക്ഷകർ വളരെ പ്രതീക്ഷയോടെ ഒരുപാട് ഇഷ്ടത്തോടെ കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഫസ്റ്റ് റൗണ്ട് ഇതോടെ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു ഫസ്റ്റ് റൗണ്ടിൽ ഇതിനകം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 37 കുട്ടികൾ വന്ന് പെർഫോം ചെയ്തു. നമ്മൾ അവരുടെ ഒക്കെ പാട്ടുകൾ കേട്ട് കഴിഞ്ഞു. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നിങ്ങൾ വോയിസ് ഓഫ് ഗുഡ്നസ് കാണുമ്പോൾ ഇതിന്റെ ഒരു സെക്കൻഡ് ഫേസ് ആണ് നിങ്ങൾ കാണുന്നത്. ആ സെക്കൻഡ് ഫേസ് എന്താണ് എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ടും നിങ്ങൾക്കുള്ള ഒരു സസ്പെൻസ് ആണ്. അത് നമുക്ക് അടുത്ത ആഴ്ച തന്നെ കാണാം. അപ്പോ ഇന്നത്തെ എപ്പിസോഡിൽ നിന്നും എല്ലാവരുടെ അടുത്തും ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്ത് ബൈ ബൈ പറയണു. See you again next week same time. Bye bye. ആത്മാവിലടിയായി ഇമ്പമൃദു തന്ത്രികളുണരും.